പ്രസാദ് ഒഴുകും. ഇതൊരു ശുദ്ധിയായിരുന്നു സംസാരിക്കുന്നതിന് പ്രസാദ്. ഭയങ്കര അറിവും അറിയുന്ന കാര്യത്തെക്കുറിച്ച് അങ്ങറ്റം വരെ. ഈ രാഗങ്ങളൊന്നും പാട്ടുകാർക്ക് അത്ര അറിയണ്ടോന്ന് അറിയണ്ടാവില്ല. ഇല്ല, പ്രസാദിനെ ഒരു ഇതിനെ വിളിച്ചല്ലോ, അവർ മാറി 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 രാഗം പാടിക്കൊണ്ടിരുന്ന് പ്രസാദ് പേര് പറഞ്ഞുകൊണ്ടേയിരുന്നു. കൈതപ്രത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് ഏഷ്യാനെറ്റ്. അതിൻ്റെ പ്രത്യേകതകളും എല്ലാം. പാടത്തില്ല പ്രസാദ്. അതെ, പാടില്ല. നാടകം, സാഹിത്യം, കഥകളി, ഫോക്ലോറ്, ഏത് മേഖലയും. പ്രസാദിൻ്റെയൊക്കെ ഒരുപാട് നല്ല സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ഒക്കെ വെറുതെ ഇരുന്നു, ഒന്നും ചെയ്തില്ല. 2-3 മാസം മുമ്പ് ഞാൻ വിട്ടിപ്പോൾ സ്ക്രിപ്റ്റുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഓരോ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് ഘട്ടങ്ങളാണ്. ഏഷ്യാനെറ്റിലെ ഒരു ഘട്ടം, തുടക്കത്തിൽ ശശികുമാർ സാറൊക്കെ ഉണ്ടായിരുന്ന കാലത്തിലെ ഒരു ഘട്ടം. ഇപ്പോഴും ആ ആൾക്കാരുമൊക്കെ ആയിട്ട് ഭയങ്കര സൗഹൃദമാണ്. നിർമ്മലയും രാജലക്ഷ്മിയും റജിയും, അന്ന് ഏഷ്യാനെറ്റ് ഉണ്ടായ ശരത് സാറും. ആ ഒരു എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ലൈബ്രറിയിലുണ്ടായിരുന്ന നിർമ്മല, റെജി, രാജലക്ഷ്മി, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ശശിയേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. അത് കഴിഞ്ഞ് കൈരളിയും തുടക്കകാലമാണല്ലോ, അതും വേറൊരു നല്ല പീരീഡായിരുന്നു. ഈ ശ്രീകാന്തും പാലിയും ഒക്കെ ഉള്ള വേറൊരു കാലഘട്ടം. സൂര്യ ടി വിയിലും ഒരു പീരീഡ് ഉണ്ടായിരുന്നു, ദൂരദർശൻ. അങ്ങനെ പല പല മേഖലകളിൽ ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ പഠിത്തം ഇപ്പം ഓരോന്നോരോന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നല്ലോ, അതെവിടുന്ന ഫയർ വന്ന് LLB ജോയിൻ ചെയ്യാം എന്നൊക്കെ? നമ്മൾ ഏതെങ്കിലും തരത്തിൽ മെൻ്റലി ഡൗൺ ആകുമ്പോൾ നമ്മൾ പഠിച്ചാൽ മതി, നമ്മൾ തിരിച്ച് കയറി വരും. കൈരളിയിൽ നിന്ന് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്ന ഒരു മോശം പീരീഡാണ് മോനെ. കൈരളിയിൽ പെട്ടെന്ന് ഒരു ഫിനാൻഷ്യൽ ക്രഞ്ച് വന്നിട്ട് കുറേ എന്ന് വെച്ചാൽ ഇങ്ങനെ അവർ ഒരു അബ്രപ്റ്റായിട്ടാണ് ശമ്പളം നിന്ന് പോയത്. പിന്നെ എൻ്റെ മോനൊരു ഫിക്സൊക്കെ വന്നിട്ടുള്ള ഒരു സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് മരുന്നും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര എക്സ്പെൻസും പരിപാടിയൊക്കെ ആയിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ശമ്പളം നിന്നുപോയി. അപ്പോൾ അടുത്ത മാസം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ കടം വാങ്ങിക്കുമല്ലോ. അടുത്ത മാസവും കിട്ടുന്നില്ല, അതിൻ്റെ അടുത്ത മാസം അതൊരു 6ാമത്തെ മാസം ആകുമ്പോഴത്തേക്കുള്ള ഒരു അവസ്ഥ, ഭയങ്കര മോശം അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയി. കാരണം നമ്മൾ ഈ നിൽക്കക്കള്ളിയില്ലാതെ ഇന്ന് നമ്മൾ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുക. ജോലിക്ക് ചിലവുമുണ്ട്, ജോലി ചെയ്യാനായിട്ട് ചിലവിനും പോകണം. അപ്പം എനിക്കന്ന് ഗവൺമെൻറ് ജോലി കിട്ടിയതാണ്. ഞാനത് റിസൈൻ ചെയ്തിട്ട് കൈരളിയിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ഈ പൈസ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പം എനിക്കന്ന് 13,000 റുപ്പീസാണ് സാലറി. അപ്പോൾ അത് ഈ മാസം കിട്ടിയില്ല. ശരി, നമുക്ക് അടുത്ത മാസം ചിലവുണ്ടല്ലോ, റോൾ ചെയ്യുക. 3ാമത്തെ മാസം ആകുമ്പം 4ാമത്തെ മാസം ആകുമ്പം പെട്ടുപോകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിപ്പോയി. എന്നുവെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് നമ്മൾ വേറെ എന്തെങ്കിലും തരത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പൈസയും തീരും, ചിലവും ഉണ്ട്, കാര്യങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര ഒരു ക്രഞ്ചിലോട്ട് പോയിട്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ജീവൻ ടി വിയിൽ ആ സമയത്ത് സനൽ അവിടെ ജോയിൻ ചെയ്തിട്ട് എന്നെ അവിടെ ഇട്ട് ഷോ ചെയ്യാൻ വിളിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് മമ്മൂക്കടുത്തൊക്കെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കി. എന്നുവെച്ചാൽ ഷോ ഒക്കെ ഭയങ്കര മോശമായിട്ട് പോകുന്നുണ്ട്, ശുഭദിനം ചെയ്യുന്ന രീതി ശരിയല്ല, പ്രൊമോഷന് വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ ഇട്ട് എനിക്ക് അവിടെ റിസൈൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് റിസൈൻ ചെയ്ത് ഇവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 2 ഷോ ചെയ്യൂ. അപ്പോൾ അന്നെന്തോ മാനേജ്മെൻറ്റ് മാറുന്ന ഒരു കാര്യമാണ്. മാനേജ്മെൻറ്റ് മാറുക. അപ്പോൾ 2 ഷോ, അമ്മ നക്ഷത്രം എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരുപാട് ഹീറോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അമ്മമാരുടെ വെച്ചിട്ടൊരു ഷോയും, എന്നിട്ട് മദേഴ്സ് ഡേ എന്തായിരുന്നു, 2 ഷോ, ടോക്ക് ഷോ 2 ഓർഗനൈസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വീണ്ടും ഞാൻ പൈസ റോൾ ചെയ്ത് ആ 2 ഷോയും ചെയ്തു. സനലുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത്. കാരണം സനൽ പറഞ്ഞ് നമുക്കത് ചെയ്യണം. അത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം മാനേജ്മെൻറ്റ് മാറും, പുതിയ മാനേജ്മെൻറ്റ് വരും, പുതിയ ആൾ വന്നിട്ട് ചാർജ് എടുക്കും. അങ്ങനെ ഒരാഴ്ച നമ്മളവിടെ ജോയിൻ ചെയ്തു. സുരേഷ് മണിമല സാർ വന്ന് ജോയിൻ ചെയ്തു. ആ സമയത്ത് പുതിയ ഒരാൾ വരുവാണ് ഇതിൻ്റെ ചാർജുമായിട്ട്. ഇപ്പോൾ ഹൊറൈസണിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ പോയി. അപ്പോൾ സാലറി ഡിസ്കസ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാലറി ഒന്നും നോ ബാർ, സാലറി ഒന്നും ആലോചിക്കുകയേ വേണ്ട, എത്ര രൂപ വേണമെങ്കിലും പറഞ്ഞു തരാം, പക്ഷെ സഹോദരിയായിട്ടൊന്നും കാണാൻ പറയരുത്. ഞാൻ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വീട് വരെ നടന്നു, കരഞ്ഞുകൊണ്ട്, രാത്രി 9:30. ഞാൻ എൻ്റെ ഭൂമിയുടെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന പോലെ തോന്നി. ഒന്നുമില്ല, കൈരളിയും പോയി, ഈ ജോലിയും പോയി, പൈസയും പോയി, കടവും കയറി, എന്ത് ചെയ്യണമെന്നൊന്നും പറഞ്ഞു. ഇപ്പോൾ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ പൈസ തരും, പക്ഷേ ഞങ്ങളങ്ങനെ ചോദിച്ചിട്ടില്ല. അഭിമാനത്തിൻ്റെ എല്ലാ സതീശനുള്ള ഒരു റെസ്പെക്റ്റും കാര്യവും, സതീശനെ കല്യാണം കഴിച്ചാൽ അതങ്ങനെ. ഞാൻ വീട്ടിൽ വന്ന് നടന്ന് വരുന്നുണ്ട്, സതീശൻ കണ്ടപ്പോഴേ ചോദിച്ചു എന്ത് പറ്റി. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി സതീശൻ, എല്ലാം പോയി, എല്ലാം ഭയങ്കര മോശം അവസ്ഥയാണ്. സതീശൻ പറഞ്ഞു നിങ്ങൾ ജോലിയൊക്കെ മതിയാക്കി വെച്ചേ, പൈസയൊക്കെ ഞാൻ കണ്ടുപിടിച്ച് തരാം, പൈസയൊക്കെ നമുക്ക് കടമൊക്കെ തീർക്കാം, നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുക, ഒന്നും ചെയ്യേണ്ട നിങ്ങൾ. ഞാൻ മുറിക്കാത്ത തന്നെ അങ്ങനെ ഇരുന്നു, മണ്ണും വെച്ചു, വല്ലാതിരുന്നപ്പോഴത്തേക്ക്
സ്വാമിനാഥൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സ്വാമി ഇപ്പോഴും വീട്ടിൽ വന്നിട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞ ട്യൂഷൻ സെൻ്ററുണ്ട് തിരുവനന്തപുരത്ത്. സന്തോഷ് സാറിൻ്റെ ട്യൂഷൻ സാറിൻ്റെ ക്ലാസ്സിൻ്റെ തമാശകൾ പറയും. ഭയങ്കര വിറ്റ ചിരിച്ചു മരിക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാൻ ഒരുപാട് ചിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ട്യൂഷൻ സാറ് എനിക്ക് പഠിക്കാൻ പോകണമെന്ന് സന്തോഷ് സാറിൻ്റെ അടുത്ത്. അപ്പോൾ പറഞ്ഞ് ഞാനും ചേച്ചി നമുക്ക് ഇല്ലല്ലോ ഇത് ചേരാൻ സമയമായി ചേച്ചി ചേരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ലോ അക്കാഡമിയിൽ അഡ്മിഷൻ വാങ്ങിച്ചു. സന്തോഷ് സാറിൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ പോയിരുന്നു. സാറിൻ്റെ ട്യൂഷൻ കേൾക്കുമ്പോൾ പ്രധാന ജോലി. അപ്പോഴത്തേക്ക് സതീശൻ പറയും പൈസയുടെ കാര്യമേ നിങ്ങൾ മറന്നേക്കും, മുഴുവൻ കടം ഞാൻ തീർത്തോളാം, ഒന്നും നിങ്ങൾ അറിയേണ്ട, നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യും, നിങ്ങൾ സമാധാനമായിട്ടിരുന്നാൽ മതി. അങ്ങനെ ഞാൻ LLBക്ക് പോയി ജോയിൻ ചെയ്തു. കൃത്യമായിട്ട് 3 വർഷം ക്ലാസ്സൊക്കെ എടുത്ത് അപ്പോഴാണ് എനിക്ക് യോഗ ടീച്ചറിനെ കിട്ടുന്നത്. യോഗ ടീച്ചറിൻ്റെ അടുത്ത് പോയി യോഗ ചെയ്ത് വണ്ണമൊക്കെ കുറച്ച്. അപ്പോൾ യോഗ ടീച്ചർ ഒരു ദിവസം എന്നോട് പറഞ്ഞു പാർവതി അടുത്തൊരു വർക്ക് വരുമ്പോൾ വേണ്ടാന്ന് പറയരുതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. ആ വന്ന വർക്കാണ് ലാൽ സാറിൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ ആ ഒരു ഫേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു അങ്ങനെ നമ്മൾ ഡിപ്പാവുന്ന സമയത്തെ പഠിച്ചാൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ചു കയറി വരാൻ പറ്റും നമുക്ക്. ഞാൻ 3 വർഷവും കോഴ്സിന് പോയി പഠിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഞാൻ മൂട്ട്കോട്ടൊക്കെ എടുത്തിട്ട് ചിലപ്പം ലോ ആയിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്. അഭിനയമൊന്നും മനസ്സിൽ പോലും ഇല്ലല്ലോ. വല്ലാത്തൊരവസ്ഥയായിരുന്നു അന്ന്. ആ ജോലിയും കൂടെ ഞാൻ വേണ്ടാന്ന് വെക്കുകയല്ലേ. ഞാൻ കടലെടുത്ത് പോയി. ഞാൻ ഒരു നിമിഷം ആ പൈസയും പോയി, അവിടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വേണമെങ്കിൽ നിന്ന് സഹകരിക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പറയുകയാണ് നമ്മുടെ അടുത്ത്. ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടില്ല. മീറ്റിംഗ് ഇല്ല, അല്ലാതെ ഓഫ് റെക്കോർഡ്. ഓഫ് റെക്കോർഡ് ബ്ലാങ്ക് ചെക്കാണെന്ന് ശമ്പളം. ഓക്കേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഞാൻ ഹൊറൈസണിന് വീട് വരെ ഇങ്ങനെ നടന്ന് കണ്ടിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. എനിക്കൊന്നും ഓർമ്മയില്ല. പണ്ട് ഇതുപോലെ എക്സാം പരീക്ഷ എഴുതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വിമൻസ് കോളേജിൽ നിന്ന് വീട് വരെ നടന്ന ഓർമ്മയുണ്ട്. അന്ന് പക്ഷേ തേക്കുപടത്തി അച്ഛനെ കണ്ട. അച്ഛൻ വന്ന് വണ്ടി നിർത്തി നീ എന്തോ ഇങ്ങനെ നടക്കുന്നത്, വണ്ടി കയറുമെന്ന് പറഞ്ഞു. ഇതാരും വരാനില്ലായിരുന്നു. ഞാൻ വീട് വരെ നടന്നു. കാരണം എൻ്റെ ഒരു ഓട്ടോ വിളിക്കാൻ പോലും പൈസയും ഇല്ല, ഒന്നുമില്ല. ദാരിദ്ര്യം. കാരണം കടം. അതിനിടയ്ക്കൂടെ ഞാൻ ആർക്കൊക്കെ മാലവടയം വെച്ച് പൈസയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ദാനധർമ്മം വേറെ, അതും അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്. അപ്പം പണയമൊക്കെ ഇരിക്കുന്നു, എൻ്റെ പണയമൊക്കെ ഇരിക്കുന്നത് കഴുതി കിടന്നതൊക്കെ പണയത്തിലാണ്. അന്ന് അജി സാറിന് ആർക്കും ഒരാൾക്ക് സ്കൂളിൽ മക്കൾക്ക് ഫീസ് കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പണയം വെച്ച് പൈസ കൊടുത്ത്. ആർക്കൊക്കെയാണ് കൊടുത്ത് എന്ന് വെച്ചാൽ എല്ലാം വിചാരിക്കുന്നത് ഇപ്പം അടുത്ത മാസം ശമ്പളം കിട്ടുന്നതാണല്ലോ മോനെ, അടുത്ത മാസം ശമ്പളം കിട്ടുന്നതാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ ഒരുപാട് നാളെ ശമ്പളം കിട്ടി തിരിച്ച് കൈലിയുടെ. പക്ഷെ ആ ഒരു പീരീഡ് ഭയങ്കര വിഷമമായിരുന്നു. ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ജീവിതം എങ്ങനെയുണ്ട്? അങ്ങനെ ഒരു ജീവിതം എനിക്ക് എന്തോന്ന് അറിയത്തില്ല. വല്ലപ്പോഴും നിങ്ങൾ വിളിക്കുമ്പോൾ മേക്കപ്പ് ഇട്ടോടോ എന്നിരിക്കണം, അല്ലാതെ സെലിബ്രിറ്റി ഒന്നും അല്ല ഞാൻ. എന്താണത്? സന്തോഷാറായിട്ട് വിളിക്കും. അല്ല തിരക്കിലാണോ ചോദിക്കും. അല്ല എന്ന് പറയും, അല്ലെങ്കിൽ ആണ് എന്ന് പറയാം. എന്നാൽ പിന്നെ വിളിക്കാം ഒരു ഫോൺ വയ്ക്കും. അത്രേ ഉള്ളൂ. സിനിമ വല്ലതും കണ്ടോ? ഇപ്പം ഏത് സിനിമയാണ്? അപ്പം വേറെ സിനിമയില്ല. അപ്പം പിന്നെ വിളിക്കാം എന്ന് പറയും. ഇതാണെന്നൊന്നും സെലിബ്രിറ്റിയിൽ ഞാൻ അറിയുന്ന ഒരേ ഒരു കാര്യം, വേറെ ഒന്നുമില്ല. അങ്ങനെ സ്ഥലത്തേക്ക് പോകുമ്പോൾ കുറേ ക്യാമറ വരുന്നു, അതുകൊണ്ടൊന്നും അങ്ങനെ ആളുകൾ സെൽഫി ചോദിച്ചു. ഷോസിന് പോകുമ്പോൾ സെൽഫി ഒന്നും എനിക്കൊരു പ്രശ്നമില്ല. സെൽഫിയൊക്കെ ഞാൻ പിന്നെ നമ്മൾ ഈ ടെലിവിഷനിലെ ഷോ പണ്ടേ ചെയ്യുന്നോണ്ടേ, അന്നൊക്കെ പണ്ടേ എല്ലാവരും ഇങ്ങനെ കാര്യമാക്കുമല്ലോ. ടെലിവിഷൻ ആ ഇൻ്റർവ്യൂ ഉണ്ട്, ഈ ഇൻ്റർവ്യൂ ഉണ്ട്. അതുകൊണ്ട് എനിക്കതൊരു പുതുമയുള്ള കാര്യമായിട്ടൊന്നും അനുഭവപ്പെടുന്നില്ല. ഫോട്ടോ എടുക്കുന്നൊന്നും എനിക്കൊരു വിഷയവുമല്ല. ഫോട്ടോ ഒക്കെ എടുക്കാം, നമ്മൾ ഓരോ തമ്മിൽ ഒരു വ്യത്യാസമില്ല മക്കളെ. ക്യാമറ വന്നിട്ട് പിന്നെ ഈ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി വരുന്ന സമയത്ത് അതിനുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറഞ്ഞു പോകും, എന്നിട്ട് എയറിലാവും. അതിൻ്റെ പ്രശ്നമുണ്ട്. അൽത്താഫിൻ്റെ അടുത്തൊന്നാണ് ഞാൻ പഠിച്ചത്. അൽത്താഫ് ഒരു കാര്യത്തിനും ഉത്തരം പറയുന്നില്ല. ഞാൻ ചോദിച്ചാൽ അൽത്താഫ് ചോദിക്കുന്നതിനൊന്നും അൽത്താഫെ ഉത്തരം പറയണ്ടേ? എന്തിനാ ചേച്ചി? അപ്പം ഞാൻ അപ്പം പറയണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എന്ത് ചോദിച്ചാലും ഓക്കെ എന്ന് പറഞ്ഞ് ആദ്യം മുതൽ കറക്റ്റായിട്ടുള്ള ഉത്തരം പറയും, ഒരു കള്ളമില്ലാതെ. അപ്പോൾ അൽത്താഫ് ഒന്നും പറയുന്നില്ല. അപ്പോൾ അൽത്താഫെ പറയണ്ടേ എന്ന് ചോദിച്ചപ്പോൾ എന്തിനാ ചേച്ചി പറയണ്ടല്ലേ. അങ്ങനെ ഞാൻ പഠിച്ചു വെച്ചേക്കുക. ഇനി മുതലുള്ള ഇൻ്റർവ്യൂസും പറയൂല. സിനിമയിൽ വന്നാൽ ഈ നയതന്ത്രം വേണമെന്നൊക്കെ പറയുമല്ലോ. അതായത് നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ, നിലപാടുകൾ അതിനെക്കുറിച്ച് പോളിഷ് ചെയ്ത് ഷുഗർ കോട്ട് ചെയ്തേ പറയാൻ പറ്റൂ. ഇത് ഇപ്പോഴും പഠിച്ചിട്ടില്ലല്ലോ. നയതന്ത്രം വേണം, പണി കിട്ടും. ഇല്ലെങ്കിൽ ഹാപ്പി സർദാറിൻ്റെ സിനിമയിലൊക്കെ നയതന്ത്രം ഇല്ലാത്തതുകൊണ്ട് മാത്രം എനിക്ക് പണി മേടിച്ചത്. ആ കാരവൻ്റെ ഇഷ്യൂ ഒക്കെ അതിനി ഒരു ദിവസം ഞാൻ പറഞ്ഞുതരാം എന്താ ശരിക്കും നടന്നതെന്ന്. ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ആരോട്. അപ്പോൾ അതൊക്കെ നയതന്ത്രം
ഇല്ലായ്മ തന്നെയാണ്. എൻ്റെ നയതന്ത്രം എല്ലാത്തിലും ഇടപെട്ടിട്ട് അഭിപ്രായം പറയാനുള്ളതങ്ങ് മുഖത്ത് നോക്കി പറയുന്നതിൻ്റെ പ്രശ്നം. അത് പറ്റില്ല, പാടില്ല. സിനിമയിൽ മാത്രമല്ല, ഇപ്പോൾ ഒരിടത്തും പാടില്ല എന്ന് തോന്നുന്നു. എനിക്കറിഞ്ഞൂടെ, ഞാൻ പഠിച്ചില്ല, ഇതുവരെയും പഠിച്ചില്ല വിഷ്ണു. ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എന്താ ഭാവി ഉണ്ടാവുമായിരിക്കും. ഭാവിയുണ്ട്. ഞാൻ കാണുന്ന മാലച്ചേച്ചി തന്നെ കാണുന്ന ഒരു ഭാവിയില്ലേ. ബ്ലാങ്ക് ആണ്. നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ബ്ലാങ്ക് ആയിട്ട് മനസ്സിരിക്കത്തില്ലേ. പഠിച്ചിട്ട് പോവാണ്, പക്ഷെ ഒരു ബ്ലാങ്ക് ഫീലിംഗ്, ഒന്നും അറിഞ്ഞുകൂടാത്തൊരു ഫീലിംഗ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേ പിന്നെ അത് മാറും. അതേപോലെയാണ് എനിക്ക് സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ഇപ്പം ഞാൻ ഈ മൊമെൻറ്റിൽ ഞാൻ നാളെ മുതൽ ഒരു സിനിമയും കമ്മിറ്റ് ചെയ്തിട്ടില്ല. എന്നാണ് ഒരു സിനിമ വരിക എന്നും എനിക്കറിയില്ല. വരുമ്പോൾ ആ സ്ക്രിപ്റ്റുമായിട്ടുള്ള പ്രണയമായി, അത് കഴിഞ്ഞു, ആ സിനിമ കഴിഞ്ഞു, ഷൂട്ട് ചെയ്തു, അത് കഴിഞ്ഞു, പിന്നെയും കാത്തിരിപ്പ്. ലവ് ഉണ്ട് എപ്പോഴും. ലവ് ഉണ്ട്. ആ ഒരു മൊമെൻറ്റ്, ഒരു കോളിന് വേണ്ടി, ഒരു പരിചയമില്ലാത്ത നമ്പർ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നമ്പർ വരുമ്പോൾ, ഷോർട്ട് സിനിമയ്ക്കാണോ എന്ന്, ഹലോ എന്ന് പറയും, ചേച്ചി നാളെ ഒരു പോസ്റ്റർ ഒന്ന് റിലീസ് ചെയ്ത് തരാമോ? അത് ഓക്കേ പറയാവേ. പോസ്റ്റർ റിലീസ് ചെയ്ത് കൊടുക്കും അല്ലേ പറഞ്ഞത്. മിക്കവാറും അങ്ങനെയല്ലേ. അങ്ങനെ കോളൊന്നും ഞാൻ നോക്കുമ്പോൾ പോലെ ഞാൻ ഇങ്ങനെ എല്ലാവരും പറഞ്ഞ അഭിനയിക്കുന്നു. ഞാൻ ഇത്ര നല്ല ഡയറക്ടേഴ്സിൻ്റെ, ഇപ്പോൾ ഖാലിദ് റഹ്മാൻ ഞാൻ അഭിനയിച്ചിട്ടില്ല, അൻവർ റഷീദ് അഭിനയിച്ചിട്ടില്ല, ദിലീഷ് പോത്തൻ്റെ ആ ഗ്രൂപ്പിൻ്റെ കൂടെ ഒന്നും അഭിനയിച്ചിട്ടില്ല, ആഷിഖ് കപൂറിൻ്റെ ഗ്രൂപ്പിൽ അഭിനയിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞു നോക്കൂ, ഞാനൊരു വലിയ ഗ്രൂപ്പിൻ്റെ കൂടെ ഒന്നും അഭിനയിച്ചിട്ടില്ല, ആരുടെയും കൂടെ അഭിനയിച്ചിട്ടില്ല. ഈ സൂക്കോൾ സെലിബ്രേറ്റഡ് ഒരു ഡയറക്ടേഴ്സിനെയും കൂടെ ഞാൻ അഭിനയിച്ചിട്ടില്ല മലയാളത്തിൽ. അമൽനീരതുണ്ട്, ബേസിൽ ജോസഫ് ഉണ്ട്, ഒരുപാട് പേരുടെ കൂടെ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാ ദിവസവും നമുക്ക് ആ പ്രതീക്ഷയോടെ നമ്മൾ ഇരിക്കുന്നു എന്നുള്ളൂ. ആരാണ് നാളെ എന്നെ ഒരു ക്യാരക്ടറായിട്ട് അവരുടെ സിനിമയിൽ കാണുന്നത്, ആ വിളിക്കായിട്ട്. അല്ലാതെ PR-ൻ്റെയോ കോണ്ടാക്റ്റിൻ്റെയോ സൗഹൃദത്തിൻ്റെയോ പുറത്തൊന്നും ഇത് സംഭവിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എങ്ങും എത്തൂല. ഹിന്ദി പടത്തിൽ പോലും രേവതി ചേച്ചി അല്ല എന്നെ കാസ്റ്റ് ചെയ്തത്. എനിക്ക് കാസ്റ്റിംഗ് കോൾ വഴി പോയിട്ട് ചേച്ചീൻ്റെ ഓഡിഷൻ കണ്ടിട്ട് എന്നെ വിളിച്ചതാണ്. അമീർ ഖാൻ വന്നത് അറിയാത്ത ഒരു ശ്രദ്ധിച്ചില്ല. മരണ സീനായിരുന്നല്ലോ. നമ്മളപ്പോൾ അതിന് പ്രിപ്പയർഡ് ആയിരുന്നു. അവിടെ നിന്നു, നമ്മൾ മരണത്തിന്റെ സീക്വൻസ് വന്ന് നിന്നു. ഞാൻ നിൽക്കുന്നതിന്റെ പുറയിലാണ് അമീർ ഖാൻ എൻട്രി. ഒരു സിംഗിൾ ഷോട്ടായിരുന്നു ക്യാമറ. നമ്മൾ ആ കൊച്ചിന്റെ മരണവും അതിന്റെ ഇതിൽ തന്നെയായിരുന്നു. കഴിഞ്ഞു ഇറങ്ങി കുറേ ആക്ടേഴ്സ് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ് പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ആമിർ പോയി എന്ന് പറഞ്ഞാൽ, ആര് പോയി? അമീർ ഖാൻ എവിടെ? പൊട്ട് കുറയപ്പെട്ടായിരുന്നു. അയ്യോ ആടോ, രേവതി മാമിൻ്റെ അടുത്തിരുന്ന് കണ്ടില്ലേ? ഞാൻ കണ്ട പോലെ ഒരു ഓർമ്മ, ഒരു പൈപ്പ് കടിച്ചിട്ട് ഒരാളിരിപ്പുണ്ടായിരുന്നു, അതായിരുന്നു. അതെ, അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും മോണിറ്ററിനടുത്ത് ആരൊക്കെ ഇരിക്കുന്നു ഇങ്ങനെ നോക്കി പോകില്ലല്ലോ. ഷോട്ടിന് വരുന്നു, ഷോട്ടിന് ഓടി വന്ന് നിൽക്കുന്നു, നമ്മൾ അഭിനയിക്കുന്നു, തിരിച്ചു പോകുന്നു, അങ്ങനെയല്ലേ. ശ്രദ്ധിച്ചില്ല, എന്ത് ചെയ്യാൻ പറ്റും. തമിഴിൽ പോയതുകൊണ്ട് അല്ലേ കുറച്ചും കൂടി ഈ ജോലി കുറച്ചുകൂടി നന്നായി ക്രാക്ക് ആകാൻ പറ്റിയത്? ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ പോയി തുടങ്ങിയപ്പോഴാണ്. തമിഴ് തെലുങ്കും ഒക്കെ ചെയ്യാൻ തുടങ്ങി. സത്യത്തിൽ ഹാപ്പി സർദാറിൽ വന്ന ഈ സെറ്റ് ബാക്കാണ് എന്നെ തിരിച്ച് കൂടുതൽ നടിയാക്കിയത്. വാശി വന്നു, അങ്ങനെ തോറ്റു കൊടുത്തോളാം, നമ്മളിനി ഒരിക്കലും മലയാള സിനിമ കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇങ്ങനെ ചിരിച്ചിട്ട് തന്നെ ആളുകളിങ്ങനെ ഭീഷണിയൊക്കെ പറയുമ്പോൾ അങ്ങനെ ചിലപ്പോൾ കരച്ചിലൊക്കെ വരും, അപ്പോൾ കരയും. പക്ഷെ പിന്നീട് റെസിലിയൻ്റ് ആണ് ഞാൻ. ആ വീണാലും തിരിച്ചിങ്ങനെ വരും, അപ്പം വീഴും. പക്ഷെ റെസിലിയൻ്റ് ആണ് ഞാൻ. തിരിച്ച് അപ്പം കരയൊക്കെ ചെയ്യും, തോക്കും, കട്ടിലടി കിടക്കും, അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞു. സതീശൻ്റെ തിരിച്ചു വരും, അല്ലെങ്കിൽ തിരിച്ച് വരുത്തും. എൻ്റെ ഭർത്താവ് V. സതീശൻ എന്നാണ് പേര്. സതീശൻ സമ്മതിക്കില്ല. ഏഷ്യാനെറ്റ് റിസൈൻ ചെയ്തപ്പോഴും കൈരളിയിൽ ജോലിയിൽ ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുത്തത് സജഷനാണ്. വെറുതെ എനിക്ക് സമ്മതിക്കുകയില്ല. എന്തോന്ന് വെച്ചേ, എനിക്ക് വെച്ചേ ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ഒരു തെറ്റാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു സദാചാര വിഷയമാണെന്നൊക്കെ മറന്നുപോയി. നമ്മൾ ഈ സ്ത്രീകളിലൂടെയാണല്ലോ യൂസ്ഡായി. ഇതെടുത്ത് ഒരു കൊച്ചിനടുത്ത് ഇത് പറയാനായിട്ട് ശ്രമിച്ചു, കൂട്ടക്കരച്ചില്ല. ഒരു പെങ്കച്ച ഞാൻ ഈ ടൈപ്പ് അല്ല എന്നൊക്കെ. നമ്മൾ അയ്യോ എൻ്റെ ദൈവം. കൊല്ലുന്ന സീക്വൻസ് എനിക്ക് പേടിയായിരുന്നു. തോക്കൊക്കെ എടുക്കുന്നത്, ഒന്നത് തോക്ക് പോലും തൊട്ടിട്ടില്ല. അപ്പോൾ അത് എങ്ങനെ ചെയ്യും, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ടെൻഷൻ്റെയും മറ്റത് എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ആ സീൻ ചെയ്യാൻ.